ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറച്ച് ഇംഗ്ലീഷ് സെൻറ്റൻസസ് ആണ്. നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് വേണ്ടവർ കണ്ടു നോക്കുക. ഇത് സെക്കൻഡ് വീഡിയോയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ഒരു 80 ഡെയിലി ഇംഗ്ലീഷ് സെൻറ്റൻസസ് ആണ്. നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ഞാൻ ഫസ്റ്റ് മലയാളമാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങളത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. നിങ്ങളുടേതായ രീതിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കുക. അതിന് ശേഷം എന്ത് ചെയ്യുക, കറക്റ്റായിട്ടുള്ളത് നോക്കുക, ചെക്ക് ചെയ്ത് നോക്കുക, നിങ്ങൾ ചെയ്തത് ശരിയാണോ എന്ന് നോക്കുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വൺ നോക്കാം. നീ ഇപ്പോൾ എന്താണ് ചെയ്യുന്നത്? അതെങ്ങനെയായിരിക്കും നമ്മൾ പറയാം? വാട്ട് ആർ യു ഡൂയിങ് റൈറ്റ് നൗ? നീ ഇപ്പോൾ എന്താണ് ചെയ്യുന്നത് എങ്ങനെ പറയാം? വാട്ട് ആർ യു ഡൂയിങ് റൈറ്റ് നൗ. സെക്കൻഡ് വൺ നോക്കാം. ഞാൻ സ്കൂളിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയാണ്. അതെങ്ങനെയായിരിക്കും പറയാം? I am getting ready to go to school. I am getting ready to go to school. Next one. ദയവായി ഇതിൽ എന്നെ സഹായിക്കാമോ? അതെങ്ങനെയായിരിക്കും പറയാം? Could you please help me with this? Could you please help me with this? Next one. നിങ്ങൾ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. അതെങ്ങനെയായിരിക്കും പറയാം? I didn't understand what you said. I didn't understand what you said. Next one. ദയവായി അത് ഒരിക്കൽ കൂടി പറയാമോ? എങ്ങനെയായിരിക്കും പറയാം? Can you please say that again? Can you please say that again? Next one. ഞാൻ എല്ലാ ദിവസവും എൻ്റെ ഇംഗ്ലീഷ് മെച്ചപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. അതെങ്ങനെയായിരിക്കും പറയാം? I am trying to improve my English every day. I am trying to improve my English every day. Next one. ഇന്ന് നല്ല മനോഹരമായ ദിവസമല്ലേ? It's a beautiful day, isn't it? Isn't it എന്ന് പറഞ്ഞാൽ അല്ലേ എന്നുള്ളൊരു മീനിങ് ആണ്. നെക്സ്റ്റ് വണ്. ഞാൻ സാധാരണ രാവിലെ 6 മണിക്കാണ് എഴുന്നേൽക്കുന്നത്. അപ്പം അതെങ്ങനെയായിരിക്കും നമ്മൾ പറയാം? I usually wake up at 6 in the morning. I usually wake up at 6 in the morning. നെക്സ്റ്റ് വണ്. ഇതൊക്കെ നമ്മൾ ഡെയിലി പറയുന്ന ഓരോ സെൻറ്റൻസസ് ആണ്. നെക്സ്റ്റ് വണ്. നീ സാധാരണ എത്ര മണിക്കാണ് ഉറങ്ങാൻ പോകുന്നത്? അതെങ്ങനെയായിരിക്കും നമ്മൾ ചോദിക്കാം? വാട്ട് ടൈം ഡു യു യൂഷ്വലി ഗോ ടു ബെഡ്? നെക്സ്റ്റ് വണ്. നാളെ നിൻ്റെ നോട്ട്ബുക്ക് കൊണ്ടുവരാൻ മറക്കരുത്. ഡോണ്ട് ഫോർഗെറ്റ് ടു ബ്രിങ് യുവർ നോട്ട്ബുക്ക് ടുമോറോ. ഡോണ്ട് ഫോർഗെറ്റ് ടു ബ്രിങ് യുവർ നോട്ട്ബുക്ക് ടുമോറോ. നെക്സ്റ്റ് വണ്. ഒരു കപ്പ് ചായ കുടിക്കാമോ? എങ്ങനെയായിരിക്കും ചോദിക്കാം? Would you like to have a cup of tea? Would you like to have a cup of tea? Next one. പോകുന്നതിന് മുമ്പ് ലൈറ്റുകൾ ഓഫ് ചെയ്യൂ. എങ്ങനെയായിരിക്കും പറയാം? Please switch off the lights before you leave. Please switch off the lights before you leave. Next one. ഞാൻ എൻ്റെ ഹോംവർക്ക് ഇതിനകം പൂർത്തിയാക്കി. അതെങ്ങനെയായിരിക്കും പറയാം? ഞാൻ എൻ്റെ ഹോംവർക്ക് ഇതിനകം പൂർത്തിയാക്കി. ഐ ഹാവ് ഓൾറെഡി ഫിനിഷ്ഡ് മൈ ഹോംവർക്ക്. നെക്സ്റ്റ് വണ്. ഇന്ന് വൈകുന്നേരം സ്കൂൾ കഴിഞ്ഞ് നമുക്ക് കാണാം. ലെറ്റ്സ് മീറ്റ് ആഫ്റ്റർ സ്കൂൾ ദിസ് ഈവനിങ്. നെക്സ്റ്റ് വണ്. ശരിയായ ഉത്തരം പറയാമോ? അതെങ്ങനെയായിരിക്കും നമ്മൾ പറയാം? കുഡ് യു ടെൽ മീ ദ കറക്റ്റ് ആൻസർ? കുഡ് യു ടെൽ മീ ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വണ്. ഇന്ന് നിന്നെ കണ്ടതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അതെങ്ങനെയായിരിക്കും പറയാം? ഐ ആം റിയലി ഹാപ്പി ടു സീ യു ടുഡേ. ഐ ആം റിയലി ഹാപ്പി ടു സീ യു ടുഡേ. നെക്സ്റ്റ് വണ്. ദയവായി കുറച്ചുകൂടി പതുക്കെ സംസാരിക്കും. അതെങ്ങനെയായിരിക്കും നമ്മൾ പറയാം? പ്ലീസ് സ്പീക്ക് എ ലിറ്റിൽ മോർ സ്ലോലി. നെക്സ്റ്റ് വണ്. ഇംഗ്ലീഷ് പഠിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ഇതാണെന്ന് ഞാൻ കരുതുന്നു. അതെങ്ങനെയായിരിക്കും പറയാം? I think this is the best way to learn English. അപ്പോൾ ഞാൻ നിങ്ങളോട് ഒന്നുകൂടി പറയാണ്, നിങ്ങൾ ആദ്യം മലയാള സെൻറ്റൻസസ് നോക്കുക, എന്നിട്ട് നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? തെറ്റിയാലും കുഴപ്പമില്ല, അറിയുന്ന പോലെ ട്രാൻസ്ലേറ്റ് ചെയ്യുക. അറിയുന്ന വേർഡ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കുക. അതിന് ശേഷം നിങ്ങൾ ചെയ്തതും ഇതും തമ്മിലുള്ള ഡിഫറൻസസ് നോക്കുക കേട്ടോ. പതുക്കെ റെഡി ആയിക്കോളും. അപ്പോൾ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരുപാട് സെൻറ്റൻസസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഓക്കെ ആവും. നമ്മൾ ഒരുപാട് സെൻറ്റൻസസ് റിപ്പീറ്റ് ആയിട്ട് ഇങ്ങനെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഓക്കെ ആകും കേട്ടോ. നെക്സ്റ്റ് വണ്. നമുക്ക് എല്ലാ ദിവസവും ഒരുമിച്ച് ഇംഗ്ലീഷ് പരിശീലിക്കാം. എങ്ങനെയായിരിക്കും പറയാം? ലെറ്റ്സ് പ്രാക്ടീസ് ഇംഗ്ലീഷ് ടുഗദർ എവരി ഡേ.
നെക്സ്റ്റ് വണ്, കൂടുതൽ പരിശീലിച്ചാൽ കൂടുതൽ നന്നായി ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും. The more you practice, the better you will speak English. നെക്സ്റ്റ് വണ്, ദയവായി ജനൽ തുറക്കാമോ? അതെങ്ങനെയായിരിക്കും പറയാം? Could you please open the window? നെക്സ്റ്റ് വണ്, ദയവായി വാതിൽ അടയ്ക്കാമോ? ഇതൊക്കെ നമ്മൾ ഡെയിലി പറയുന്ന ഓരോ സെൻറ്റൻസസ് ആണ് അല്ലേ? ദയവായിട്ട് ആ വാതിലൊന്ന് അടയ്ക്കാമോ? എങ്ങനെയായിരിക്കും പറയുക? വുഡ് യു മൈൻഡ് ക്ലോസിങ് ദ ഡോർ? ഞാൻ എൻ്റെ മൊബൈൽ ഫോൺ അന്വേഷിക്കുകയാണ്. അതെങ്ങനെയായിരിക്കും നമ്മൾ പറയുക? ഐ ആം ലുക്കിംഗ് ഫോർ മൈ മൊബൈൽ ഫോൺ. ഐ ആം ലുക്കിംഗ് ഫോർ മൈ മൊബൈൽ ഫോൺ. നെക്സ്റ്റ് വണ്, എൻ്റെ ബാഗ് എവിടെയെങ്കിലും കണ്ടോ? അതെങ്ങനെയായിരിക്കും പറയുക? ഹാവ് യു സീൻ മൈ ബാഗ് എനിവർ? ഹാവ് യു സീൻ മൈ ബാഗ് എനിവർ? നെക്സ്റ്റ് വണ്, വിഷമിക്കേണ്ട, എല്ലാം ശരിയാകും. എങ്ങനെയായിരിക്കും പറയുക? ഡോണ്ട് വറി, എവറിത്തിങ് വിൽ ബി ഓൾ റൈറ്റ്. ഈ ഒരു സെൻറ്റൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫസ്റ്റ് ആയിട്ട് ചെയ്ത ആ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞൊരു സെൻറ്റൻസ് ആണ് അല്ലേ? അപ്പോൾ എന്താ നമ്മൾ പറയുക? വിഷമിക്കേണ്ട, എല്ലാം ശരിയാകും. എന്താ പറയുക? ഡോണ്ട് വറി, എവറിത്തിങ് വിൽ ബി ഓൾ റൈറ്റ്. നെക്സ്റ്റ് വൺ, ദയവായി കുറച്ച് മിനിറ്റ് ഇവിടെ കാത്തിരിക്കും. അതെങ്ങനെയായിരിക്കും പറയുക? പ്ലീസ് വെയിറ്റ് ഹെർ ഫോർ എ ഫ്യൂ മിനിറ്റ്സ്. പ്ലീസ് വെയിറ്റ് ഹെർ ഫോർ എ ഫ്യൂ മിനിറ്റ്സ്. നെക്സ്റ്റ്, ഞാൻ വീട്ടിലെത്തിയ ഉടനെ നിന്നെ വിളിക്കാം. അതെങ്ങനെയായിരിക്കും പറയുക? ഐ വിൽ കോൾ യു as soon as I reach home. നെക്സ്റ്റ് വണ്, പുറത്ത് മഴ പെയ്യുന്നു, അതിനാൽ ഒരു കുട എടുത്തോളൂ. എങ്ങനെയായിരിക്കും പറയാം? ഇറ്റ്സ് റെയിനിങ് ഔട്ട്സൈഡ് സോ ടേക്ക് ആൻ അംബ്രല. ഇറ്റ്സ് റെയിനിങ് ഔട്ട്സൈഡ് സോ ടേക്ക് ആൻ അംബ്രല. നെക്സ്റ്റ് വണ്, ഇന്ന് എൻ്റെ നോട്ട്ബുക്ക് കൊണ്ടുവരാൻ ഞാൻ മറന്നു. ഐ ഫോർഗോട്ട് ടു ബ്രിങ് മൈ നോട്ട്ബുക്ക് ടുഡേ. നെക്സ്റ്റ് വണ്, ഇത് ഒരിക്കൽ കൂടി വിശദീകരിക്കാമോ? കുഡ് യു എക്സ്പ്ലെയിൻ ദിസ് വൺസ് അഗെയിൻ? Could you explain this once again? നെക്സ്റ്റ്, ഈ ജോലി തീർക്കാൻ എനിക്ക് കുറച്ചുകൂടി സമയം വേണം. എങ്ങനെയായിരിക്കും പറയാം? ഐ നീഡ് എ ലിറ്റിൽ മോർ ടൈം ടു ഫിനിഷ് ദിസ് വർക്ക്. ഐ നീഡ് എ ലിറ്റിൽ മോർ ടൈം ടു ഫിനിഷ് ദിസ് വർക്ക്. നെക്സ്റ്റ് വൺ, ട്രാഫിക് ഒഴിവാക്കാൻ നമുക്ക് നേരത്തെ പോകാം. ലെറ്റ്സ് ലീവ് ഏർലി ടു അവോയ്ഡ് ദ ട്രാഫിക്. നെക്സ്റ്റ് വണ്, ദയവായി നിന്റെ മുറി വൃത്തിയായും ക്രമമായും സൂക്ഷിക്കും. അതെങ്ങനെയായിരിക്കും പറയാം? Please keep your room clean and tidy. നെക്സ്റ്റ് ആണ്, ഈ പുസ്തകം വായിക്കാൻ വളരെ രസകരമാണ്. This book is very interesting to read. നെക്സ്റ്റ് വണ്, എല്ലാ ദിവസവും പുതിയ ഇംഗ്ലീഷ് വാക്കുകൾ പഠിക്കാൻ എനിക്ക് ഇഷ്ടമാണ്. I enjoy learning new English words every day. നെക്സ്റ്റ് വണ്, ശരിയായ ഉച്ചാരണം പറഞ്ഞു തരാമോ? Can you tell me the correct pronunciation? Can you tell me the correct pronunciation? നെക്സ്റ്റ് വണ്, സമയം കിട്ടുമ്പോഴെല്ലാം ഇംഗ്ലീഷ് സംസാരിക്കാൻ പരിശീലിക്കൂ. പ്രാക്ടീസ് സ്പീക്കിംഗ് ഇംഗ്ലീഷ് whenever you get time. നെക്സ്റ്റ് വണ്, സ്ഥിരമായി പരിശീലിച്ചാൽ ഇംഗ്ലീഷ് പഠിക്കുന്നത് എളുപ്പമാകും. ലേണിംഗ് ഇംഗ്ലീഷ് become easier with regular practice. കറക്റ്റ് അല്ലേ? നമ്മളിപ്പോൾ റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താ ഈസി ആയിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ടും സ്പീക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ സാധിക്കും. അപ്പോൾ നമുക്ക് എന്താ വേണ്ടത്? റെഗുലർ പ്രാക്ടീസ് ആണ് വേണ്ടത്. നെക്സ്റ്റ്, പഠിക്കുമ്പോൾ തെറ്റുകൾ വരുമെന്ന് പേടിക്കേണ്ട. എങ്ങനെയായിരിക്കും പറയാം? ഡോണ്ട് ബി അഫ്രൈഡ് ടു മേക്ക് മിസ്റ്റേക്സ് വൈൽ ലേണിംഗ്. ഡോണ്ട് ബി അഫ്രൈഡ് ടു മേക്ക് മിസ്റ്റേക്സ് വൈൽ ലേണിംഗ്. നെക്സ്റ്റ് വൺ, ഓരോ ചെറിയ ചുവടും നിന്റെ ലക്ഷ്യത്തോട് കൂടുതൽ അടുപ്പിക്കുന്നു. എങ്ങനെ പറയാം? Every small step brings you closer to your goal. നെക്സ്റ്റ് വണ്, ഇന്ന് എന്താണ് കഴിക്കാൻ ആഗ്രഹിക്കുന്നത്? What would you like to eat today? നെക്സ്റ്റ് വണ്, എനിക്ക് ഒരു കപ്പ് കാപ്പി കൂടി വേണം. എനിക്കൊരു കപ്പ് കാപ്പി കുടിക്കണം. അതെങ്ങനെയായിരിക്കും പറയാം? I would like to have a cup of coffee. I would like to have a cup of coffee. ഇപ്പം നമുക്കിപ്പോൾ വേറെ എന്തെങ്കിലും ടീ ആണെങ്കിൽ അങ്ങനെ ആ കോഫി മാറ്റി എന്താ അവിടെ നമുക്ക് ടീ ആക്കി കൊടുക്കുക. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫുഡാണെങ്കിൽ ആ ഒരു ഫുഡിൻ്റെ നെയിം ആക്കി കൊടുക്കുക അല്ലേ? എനിക്കൊരു കപ്പ് കാപ്പി കൂടി കുടിക്കണം. എങ്ങനെ പറയാം? I would like to have a cup of coffee. നെക്സ്റ്റ്, നിനക്ക് സമയം കിട്ടുമ്പോൾ എന്നെ അറിയിക്കൂ. Please let me know when you are free. നെക്സ്റ്റ് വണ്, ഈ ജോലി ഞാൻ വൈകുന്നേരത്തിന് മുൻപ് തീർക്കും. I will finish this work before evening. I will finish this work before evening. നെക്സ്റ്റ് വണ്,
ഇത് എങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് കാണിച്ചു തരാമോ? ക്യാൻ യു ഷോ മീ ഹൗ ടു ഡു ദിസ്? നെക്സ്റ്റ് വണ്, എപ്പോൾ വേണമെങ്കിലും നിന്നെ സഹായിക്കാൻ എനിക്ക് സന്തോഷമാണ്. ഐ എം ഹാപ്പി ടു ഹെൽപ്പ് യു എനി ടൈം. ഐ എം ഹാപ്പി ടു ഹെൽപ്പ് യു എനി ടൈം. നെക്സ്റ്റ് വണ്, ദയവായി നിന്റെ ID കാർഡ് കൊണ്ടുവരാൻ മറക്കരുത്. എങ്ങനെ പറയാം? പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു ബ്രിങ് യുവർ ID കാർഡ്. നെക്സ്റ്റ് വണ്, ക്ലാസ് കഴിഞ്ഞ് നമുക്കിത് ചർച്ച ചെയ്യാം. ലെറ്റ്സ് ഡിസ്കസ് ദിസ് ആഫ്റ്റർ ദ ക്ലാസ്. നെക്സ്റ്റ് വണ്, നിനക്കൊരു മനോഹരമായ ദിവസം ആശംസിക്കുന്നു. ഐ ഹോപ്പ് യു ഹാവ് എ വണ്ടർഫുൾ ഡേ. ഐ ഹോപ്പ് യു ഹാവ് എ വണ്ടർഫുൾ ഡേ. നെക്സ്റ്റ് വണ്, ഇന്ന് കാലാവസ്ഥ വളരെ സുഖകരമാണ്. ദ വെദർ ഇസ് വെരി പ്ലസന്റ് ടുഡേ. നെക്സ്റ്റ് വണ്, ദയവായി വിവരങ്ങൾ എനിക്ക് അയച്ചു തരാമോ? കുഡ് യു പ്ലീസ് സെൻഡ് മീ ദ ഡീറ്റെയിൽസ്? കുഡ് യു പ്ലീസ് സെൻഡ് മീ ദ ഡീറ്റെയിൽസ്. നെക്സ്റ്റ് വണ്, നിന്റെ മറുപടിക്കായി ഞാൻ കാത്തിരിക്കുകയാണ്. ഇങ്ങനെയായിരിക്കും പറയാം. കാത്തിരിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ഐ എം വെയിറ്റിംഗ് ഫോർ യുവർ റിപ്ലൈ. നെക്സ്റ്റ് വണ്, ദയവായി നിന്റെ സന്ദേശം ഒരിക്കൽ കൂടി പരിശോധിക്കൂ. പ്ലീസ് ചെക്ക് യുവർ മെസ്സേജ് വൺസ് അഗെയിൻ. നെക്സ്റ്റ് വണ്, ഇത് വേഗത്തിൽ പൂർത്തിയാക്കാൻ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. അപ്പം എങ്ങനെയായിരിക്കും പറയാം? ലെറ്റ്സ് വർക്ക് ടുഗദർ ടു ഫിനിഷ് ദിസ് ക്വിക്ക്ലി. ക്വിക്ക്ലി എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്നുള്ള മീനിങ് ആണ്. നെക്സ്റ്റ് വണ്, നിന്റെ സഹായത്തിന് ഞാൻ വളരെ നന്ദിയുള്ളവനാണ് അല്ലെങ്കിൽ നന്ദിയുള്ളവളാണ് എന്നുള്ളത് എങ്ങനെയായിരിക്കും പറയാം? ഐ റിയലി അപ്രിഷിയേറ്റ് യുവർ സപ്പോർട്ട്. നെക്സ്റ്റ് വണ്, ഇത് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകങ്ങളിൽ ഒന്നാണ്. ദിസ് ഈസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് ബുക്സ്. നെക്സ്റ്റ്, എൻ്റെ കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാൻ എനിക്കിഷ്ടമാണ്. ഐ എൻജോയ് സ്പെൻഡിങ് ടൈം വിത്ത് മൈ ഫാമിലി. നെക്സ്റ്റ് വണ്, എല്ലാവരോടും വിനയത്തോട് സംസാരിക്കൂ. പ്ലീസ് സ്പീക്ക് പൊളൈറ്റ്ലി വിത്ത് എവരി വൺ. വിനയം പൊളൈറ്റ്ലി ആണ് കേട്ടോ. പ്ലീസ് സ്പീക്ക് പൊളൈറ്റ്ലി വിത്ത് എവരി വൺ. നെക്സ്റ്റ് വൺ, കഠിനാധ്വാനത്തിലൂടെയും ക്ഷമയിലൂടെയും വിജയമെത്തും. സക്സസ് കംസ് ത്രൂ ഹാർഡ് വർക്ക് ആൻഡ് പേഷ്യൻസ്. നെക്സ്റ്റ് വണ്, ജീവിതത്തിൽ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നത് ഒരിക്കലും നിർത്തരുത്. നെവർ സ്റ്റോപ്പ് ലേണിംഗ് ന്യൂ തിങ്സ് ഇൻ ലൈഫ്. നെക്സ്റ്റ് വണ്, ഇന്ന് രാവിലെ എത്ര മണിക്കാണ് നീ എഴുന്നേറ്റത്? എങ്ങനെയായിരിക്കും നമ്മൾ ചോദിക്കുക? വാട്ട് ടൈം ഡിഡ് യു വേക്ക് അപ്പ് ദിസ് മോർണിംഗ്? നെക്സ്റ്റ് വണ്, ഞാൻ സാധാരണ എഴുന്നേറ്റ ഉടനെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും. അതെങ്ങനെയായിരിക്കും പറയാ? I usually drink a glass of water after waking up. നെക്സ്റ്റ് വണ്, നീ പ്രഭാത ഭക്ഷണം കഴിച്ചോ? ഡിഡ് യു ഫിനിഷ് യുവർ ബ്രേക്ക്ഫാസ്റ്റ്? നെക്സ്റ്റ് വണ്, പോകുന്നതിന് മുമ്പ് വാതിൽ പൂട്ടാൻ മറക്കരുത്. പ്ലീസ് റിമെമ്പർ ടു ലോക്ക് ദ ഡോർ ബിഫോർ യു ലീവ്. നെക്സ്റ്റ് വണ്, ഇന്ന് ഉച്ചയ്ക്ക് എനിക്കൊരു പ്രധാനപ്പെട്ട മീറ്റിംഗ് ഉണ്ട്. ഇങ്ങനെയായിരിക്കും പറയാ? ഐ ഹാവ് ആൻ ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗ് ദിസ് ആഫ്റ്റർനൂൺ. നെക്സ്റ്റ് വണ്, ദയവായി എനിക്ക് കുറച്ച് മിനിറ്റ് തരാമോ? എങ്ങനെയായിരിക്കും പറയാ? കുഡ് യു പ്ലീസ് ഗിവ് മീ എ ഫ്യൂ മിനിറ്റ്സ്? നെക്സ്റ്റ് വണ്, എല്ലാ ദിവസവും മെച്ചപ്പെടാൻ ഞാൻ പരമാവധി ശ്രമിക്കുകയാണ്. ഐ എം ട്രൈങ് മൈ ബെസ്റ്റ് ടു ഇംപ്രൂവ് എവറി ഡേ. നെക്സ്റ്റ്, ഒരു പുതിയ ഭാഷ പഠിക്കാൻ സമയവും ക്ഷമയും ആവശ്യമാണ്. ലേണിംഗ് എ ന്യൂ ലാംഗ്വേജ് ടേക്സ് ടൈം ആൻഡ് പേഷ്യൻസ്. നെക്സ്റ്റ് വണ്, നിന്നെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യരുത്. എങ്ങനെയായിരിക്കും പറയാ? ഡോണ്ട് കമ്പയർ യുവർ സെൽഫ് വിത്ത് അതേഴ്സ്. നെക്സ്റ്റ് വണ്, സ്വയം വിശ്വസിച്ച് മുന്നോട്ട് പോകൂ. ബിലീവ് ഇൻ യുവർ സെൽഫ് ആൻഡ് കീപ് മൂവിങ് ഫോർവേഡ്. നെക്സ്റ്റ് വണ്, ദയവായി നിങ്ങളുടെ പേര് ഇവിടെ എഴുതാമോ? എങ്ങനെയായിരിക്കും പറയാ? കുഡ് യു പ്ലീസ് റൈറ്റ് യുവർ നെയിം ഹിയർ? കുഡ് യു പ്ലീസ് റൈറ്റ് യുവർ നെയിം ഹിയർ? നെക്സ്റ്റ് വണ്, തുടങ്ങുന്നതിന് മുമ്പ് നിർദ്ദേശങ്ങൾ ശ്രദ്ധയോടെ വായിക്കൂ. പ്ലീസ് റീഡ് ദ ഇൻസ്ട്രക്ഷൻസ് കെയർഫുള്ളി ബിഫോർ സ്റ്റാർട്ടിങ്. നെക്സ്റ്റ്, ഇന്ന് പുതിയ എന്തെങ്കിലും പഠിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഐ വുഡ് ലൈക്ക് ടു ലേൺ സംതിങ് ന്യൂ ടുഡേ. ഐ വുഡ് ലൈക്ക് ടു ലേൺ സംതിങ് ന്യൂ ടുഡേ. നെക്സ്റ്റ്, ഈ പ്രശ്നം നമുക്ക് ഒരുമിച്ച് പരിഹരിക്കാം. ലെറ്റ്സ് സോൾവ് ദിസ് പ്രോബ്ലം ടുഗദർ. നെക്സ്റ്റ് വണ്, ദയവായി സത്യം പറയൂ. അതെങ്ങനെയായിരിക്കും നമ്മൾ പറയാ? പ്ലീസ് ടെൽ മീ ദ
truth. Please tell me the truth. Next one, ഇപ്പോൾ എനിക്ക് മതിയായ സമയമില്ല. ഇങ്ങനെ പറയാം, I don't have enough time right now. I don't have enough time right now. Next one, ദയവായി കുറച്ചുകൂടി സമയം കാത്തിരിക്കാമോ? Could you please wait for a little longer? Next one, സംഭവിക്കുന്ന ഓരോ കാര്യത്തിനും ഒരു നല്ല കാരണമുണ്ടാകും. Everything happens for a good reason. Next one, ചെറിയ ശ്രമങ്ങൾ വലിയ മാറ്റമുണ്ടാകും. Small efforts can make a big difference. Next one, ആത്മവിശ്വാസം വരുന്നത് വരെ പരിശീലിച്ചു കൊണ്ടിരിക്കുക. Keep practicing until you become confident. ഓക്കെ, അപ്പോൾ ഇത്രയും സെൻറ്റൻസസ് ആണ് നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന 80 സെൻറ്റൻസസ് ആണ്. അപ്പം നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്സ് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, കമൻറ്റ് ചെയ്യുക കേട്ടോ. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. സോ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.